أما بعد മുഹിമ്മാതു നഖദിയ ഫി ഇബാദത്ത് സിയാം. നോമ്പെന്ന ഇബാദത്തിലെ വിശ്വാസ പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ്സുകളിലായി ആദ്യത്തെ 4 പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. 5ാമത്തെ കാര്യം ഇസ്തഫിദ് ദർസുൽ ഉബൂദിയ, ഉബൂദിയത്തിൻ്റെ ആരാധനാഭാവത്തിൻ്റെ പാഠം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് നോമ്പ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അവന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെയാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. എന്തുകൊണ്ടാണ് നോമ്പിൻ്റെ സമയവും നോമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിധിവിലക്കുകളെല്ലാം നമ്മൾ അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ചെയ്യുന്നത്? നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ അല്ലാഹു തആലയോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഖലഖ്തനി വ അന അബ്ദുക്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ് എന്നാണ്. ഈ ഒരു ബോധ്യം റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ ഇബാദത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പകല് നോമ്പെടുക്കാൻ പറയുകയും രാത്രി നിർബന്ധമായി നോമ്പ് ഒഴിവാക്കാൻ പറയുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞു സമിഅന വ അതഅന, നമ്മൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി രാത്രി നോമ്പെടുക്കാനും പകല് നോമ്പ് ഒഴിവാക്കാനുമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേ വാക്കാണ് പറയാനുള്ളത്, സമിഅന വ അതഅന, നമ്മൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു കാര്യത്തിലും നമുക്ക് യാതൊരു പങ്കുമില്ല. നമ്മൾ പൂർണ്ണമായി ഫഖീറായ, ദരിദ്രരായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. അള്ളാഹു എന്താണോ നോമ്പിൽ ചെയ്യരുത് എന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത. അതെന്തുകൊണ്ട് ചെയ്തുകൂടാ, അത് ചെയ്താൽ വലിയ കുഴപ്പമില്ലല്ലോ എന്നൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. നമ്മൾ കേവലം അടിമകളാണ് എന്ന ബോധ്യം സഹോദരങ്ങളെ നോമ്പിലുണ്ട്. അവൻ ചില കാര്യങ്ങൾ പകൽ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നു, അത് രാത്രിയിൽ അനുവദിച്ചിരിക്കുന്നു. അതിലാണ് നമുക്ക് ഖൈറെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്നു. അതതുപോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. അതല്ലാതെ അത് ശരിയായിട്ടില്ല എന്ന ചിന്ത ഒരു മുസ്ലിമിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാകാൻ അവന് സാധിച്ചിട്ടില്ല. അവൻ്റെ കിബ്റോ അതല്ലെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ തെളിവുകളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന എന്തെങ്കിലും അവൻ്റെ യുക്തിയോ ബുദ്ധിയോ ഇത് അവൻ അതിന് മുകളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയാകാൻ സാധിച്ചിട്ടില്ല എന്നാണ്. നമുക്ക് നിസ്കാരത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തആല പറഞ്ഞതുപോലെയാണ് നമ്മൾ തക്ബീർ ചൊല്ലി നിസ്കാരം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ ഹലാലാക്കിയ പലതും നമുക്ക് നിഷിദ്ധമാക്കി. ഇനി പരസ്പരം സംസാരിച്ചുകൂടാ, പൊട്ടിച്ചിരിച്ചുകൂടാ, ഭക്ഷണമോ വെള്ളമോ ഇനി കഴിച്ചുകൂടാ. ഇതെല്ലാം നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്നതായിരിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ ആ പറഞ്ഞ അളവിൽ നമ്മൾ കുനിയുന്നു, റുക്കൂ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ഏറ്റവും ഷറഫായ ഭാഗമായ അവന്റെ മുഖം, അവന്റെ കാലുകൾ, പാദങ്ങൾ വെക്കുന്നിടത്ത് അവൻ വെക്കുകയാണ്. ആ മുഖം അവൻ പാദങ്ങൾ വെക്കുന്നിടത്ത് വെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് എന്ന് അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളത് ചിന്തിക്കാറുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഷറഫായ മുഖം അത് നിലത്ത് വെക്കാൻ പറയുകയും എന്നിട്ട് ഉന്നതങ്ങളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്താൻ പറയുകയുമാണ്. സുബ്ഹാന റബ്ബിയൽ അല, 7 ആകാശത്തിന് മുകളിലുള്ള അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായിരിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾ ഓരോന്നും എടുത്തു നോക്കിയാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു പാഠം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാകാൻ ഇബാദത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഉബൂദിയത്ത് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ്. അടുത്തതായി അദ്ദേഹം പറയുന്ന 6ാമത്തെ പോയിന്റ്, അള്ളിം മാ അള്ളമല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വം കൽപ്പിച്ച കാര്യത്തെ നീ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പിന് വലിയ ശ്രേഷ്ഠതയാണ് നൽകിയത്. നോമ്പിന് ശ്രേഷ്ഠത ഉണ്ടാകാനുള്ള കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല വർഷാവർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസമാണ് ഹിജ്രി 9ാമത്തെ മാസമായ റമളാൻ മാസം. മറ്റൊരു മാസത്തിലും അള്ളാഹു നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1ാം ആകാശത്തേക്ക്
ഖുർആൻ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള മാസമാണ് റമളാൻ മാസം. അഥവാ ഈ മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മാസങ്ങളെക്കാൾ ചില വില നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് ആ വില നൽകുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാസത്തിൽ തിന്മകൾ സംഭവിക്കുന്നതിനെ തൊട്ട് നമ്മൾ ജാഗരൂകരാവുക എന്നുള്ളതാണ്. ഈ മാസത്തിൽ ഒരാൾ അലസരായിക്കൊണ്ട് തിന്മകൾ ചെയ്യുകയാണ്, അവൻ യാതൊന്നും ഗൗനിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹു മഹത്വപ്പെടുത്തി അള്ളാഹു പവിത്രത നൽകിയ ഒന്നിനും അവൻ പവിത്രത നൽകിയിട്ടില്ല എന്ന് വരും. അത് വളരെ വിശ്വാസപരമായ വലിയ അപകടം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളത് തിരിച്ചറിയുകയും എന്നിട്ട് യാതൊരു വില നൽകാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹു താലയോടുള്ള തികച്ചും ധിക്കാരമാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് അവൻ അശ്രദ്ധനായി തീരുക എന്ന് പറയുന്നത്. ഈ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഓരോ നിമിഷത്തിലും പ്രവർത്തികൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം പ്രഖ്യാപിക്കുകയും എന്നിട്ടൊരു മനുഷ്യൻ അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ കിടന്നുറങ്ങുകയും അതുപോലെ രാത്രികാലങ്ങളിൽ ഭക്ഷണവും വിനോദവുമായി തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു തആല പവിത്രമാക്കിയ കാര്യത്തെ, ആദരിച്ച കാര്യത്തെ അവൻ ആദരിച്ചിട്ടില്ല എന്നുള്ളത് വരും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ മാസത്തിൽ കടന്നു വരുന്ന മനുഷ്യന്മാർ 4 തരക്കാരായ മനുഷ്യന്മാരുണ്ട്. അത് അവരുടെ ഈമാനുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് അങ്ങനെ 4 തരക്കാരായി പോയത്. ഒന്നാമത്തെ വിഭാഗം ഈ മാസം തന്നിലേക്ക് വരുന്നതോ അത് തന്നിൽ നിന്നും പോകുന്നതിനോ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാകെ മാറ്റം വന്നത് അവരുടെ ഭക്ഷണക്രമങ്ങളിലും അവർ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഹറാമുകളിലും മാത്രം അവർ സമയക്രമം മാറ്റമുണ്ടായി എന്നുള്ളതാണ്. പ്രഭാത ഭക്ഷണം അവർ ഫജ്റിന് മുമ്പാക്കിയെന്ന് മാത്രം, ഉച്ചഭക്ഷണം അവർ മഗ്രിബിന് ശേഷത്തേക്ക് പിന്തിപ്പിച്ചു എന്ന് മാത്രം. ഈ പകൽ ചെയ്തിരുന്ന പല ഹറാമുകളും അത് ഇരട്ടിയായി ഈ രാവുകളിൽ അവർ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾ കാണാറില്ലേ, സിഗരറ്റ് വലിക്കുന്നവരും അതുപോലെ പല ഹറാമുകൾ രുചിക്കുന്നവരും അവർ ഈ രാത്രിയിൽ അത് കടം വീട്ടുന്നത് പോലെ അത് നിർവഹിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. അവർക്ക് ഈ റമളാൻ വന്നതിനെക്കുറിച്ച് ഒരു മാറ്റവും ഉണ്ടാക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ലാത്ത ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, ഇവർ ഈ ഒന്നാമത്തെ വിഭാഗത്തെക്കാളും മെച്ചമാണ്. പക്ഷേ ഇവരും ഈ മാസത്തെ ഒരു ഭാരമായി കാണുകയാണ്. ഈ മാസം കഴിഞ്ഞിട്ട് വേണം, ഈ മാസത്തിൽ ഞാൻ തൽക്കാലം പലതും മാറ്റിവെക്കാം, പക്ഷെ ഈ മാസം കഴിഞ്ഞിട്ട് വേണം എല്ലാം പഴയതിലേക്ക് മടങ്ങാൻ എന്ന ചിന്തയോടുകൂടി ഈ മാസത്തെ വളരെ ഭാരത്തോടുകൂടി തള്ളി നീക്കുന്ന ചില ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ മാസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണ് ചിന്ത. ഈ മാസത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താമെന്നുള്ളതല്ല, ഇതെങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു കിട്ടണം, എന്നിട്ട് പഴയതിലേക്ക് മടങ്ങണം, തൽക്കാലം ഈ മാസത്തിന്റെ ഒരു പവിത്രത കൊണ്ട് ഞാൻ ഈ മാസത്തിൽ മാത്രം മാറി നിൽക്കാം എന്ന ചിന്തയിലൂടെ നടന്നു പോകുന്ന ആളുകളുണ്ട്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം അവരല്പം കൂടി തിരിച്ചറിവുള്ള ആളുകളാണ്. അവർ ഈ മാസത്തിൽ തൗബകളൊക്കെ ചെയ്ത് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശേഷം ഇനി തിന്മകളിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹമൊന്നും അവർക്കില്ല. പക്ഷേ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അഥവാ പൊതുവെ അള്ളാഹു ഹലാലാക്കിയ കാര്യമായിരിക്കാം. പക്ഷേ ഈ റമളാൻ മാസത്തിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് അതിൽ നിന്നും മാറി ത്വാഅത്തുകളിലേക്ക് മുന്നേറാതെ ഈ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെ അവൻ വ്യാപൃതനാകും. അഥവാ പകല് മുഴുവൻ കിടന്നുറങ്ങുക, രാത്രി ചിലപ്പോൾ അനുവദിക്കപ്പെട്ടതായിരിക്കാം ചില വിനോദങ്ങൾ, ഹറാമുകളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിസ്കാരത്തിന് നൽകിയിട്ടുള്ള പവിത്രതകൾ, അതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലങ്ങൾ, ഇതെല്ലാം മറന്നുകൊണ്ട് അവൻ ഇത്തരം വിനോദങ്ങളിൽ, ഭക്ഷണമാകട്ടെ, പാനീയമാകട്ടെ, ഉറക്കമാകട്ടെ, ഇതെല്ലാം അടിസ്ഥാനപരമായി ഹലാലാണ്. പക്ഷെ ഇതിൽ അധികരിപ്പിച്ചുകൊണ്ട് അങ്ങനെ സമയം ചെലവഴിക്കുന്ന ആൾക്കാരുണ്ടാകും. നാലാമത്തെ വിഭാഗം, അവരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർ ഈ നോമ്പിന്റെ പവിത്രത മനസ്സിലാക്കിയവരാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അതിയായി തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർ ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി പരമാവധി സൽക്കർമ്മങ്ങൾ അതിന്റെ രാവിലും പകലിലുമൊക്കെ ആവുന്നതുപോലെ നിർവഹിക്കുന്നവരാണ്. അങ്ങനെ സഹോദരങ്ങളെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങളായി തീരാനുള്ള കാരണം അവരെന്തുമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ മഹത്വം കൊടുത്ത കാര്യത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം വിശ്വാസപരമായി ബന്ധം ഓരോ ഇബാദത്തുകൾക്കുമുണ്ട്, പ്രത്യേകിച്ച് നോമ്പിനുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ നിലക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴാണ് പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.